ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നോ സൈഡ് എഫക്ട്സ്. മറ്റൊരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് പ്രേക്ഷകരെ. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഞങ്ങളുടെ ടീമുകളെല്ലാം തിരിച്ചെത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശ്വേത ചേച്ചി വെൽക്കം ആൻഡ് നമ്മുടെ നാട്ടുകൂട്ടം അവരെയും കൂടെ നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം. നമ്മുടെ ശിവപാർവതി എന്ന് പറയുന്ന ടീമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. മിക്സഡ് ആയിട്ട് നമുക്ക് കാണാം ആൾക്കാരെ അല്ലെ, സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട്. ഏത് കലാരൂപമായിരിക്കും എന്ന് ചോദിച്ചാൽ തിരുവാതിരയാണ് അവർ കളിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല നമ്മുടെ മാഷും ഉണ്ട്. മാഷ എന്നാണ്ട് വിശേഷം, സുഖമാണോ? മാഷിന്റെ കാര്യം ഞങ്ങൾക്ക് അറിയാം, മാഷ് കുടുംബമൊക്കെ ആയിട്ട് ഫുൾ ടൈം ആക്റ്റീവ് ആണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോഴേ അധ്യാപകരുണ്ട്, അവര് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ വീണ്ടും ഈ സാറുമാരൊക്കെ ഈ കലയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അതെന്താന്ന് എനിക്കൊന്ന് അറിയണം. ഈ ഒരു സന്തോഷം, അതായത് റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നത് ഇങ്ങനെയും നമുക്ക് എൻജോയ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് സുരേഷ് മാഷിനോട് ചോദിക്കാം. മാഷേ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എവിടെ സാറിന്റെ സ്ഥലം എവിടെയാ? തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. തൊടുപുഴ. ഓക്കെ, അധ്യാപകനായിരുന്നു. ആ, ഓക്കെ. എന്നിട്ട് ഇപ്പം ഈ റിട്ടയർമെന്റ് ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു. ഇങ്ങനെ ഞങ്ങള് അടിപൊളിയാക്കി. ഞങ്ങൾ തിരുവാതിരയും മാർഗംകളിയും അങ്ങനെ ഭരതനാട്യവും അങ്ങനെ എല്ലാ പരിപാടികളുമായിട്ട് അങ്ങനെ അടിപൊളിയാക്കിയിട്ട് ഞങ്ങൾ കുടുംബം എല്ലാവരും ഉണ്ട്. എന്റെ കുടുംബത്തിലെ ആളുകളാണ് ഇവരൊക്കെ. എന്റെ ഭാര്യ, മകൾ മീനാക്ഷി, മകൻ ശ്രീഹരി, പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരുമായിട്ട് അങ്ങനെ വീട്ടിലങ്ങനെ അടിച്ചു പൊളിച്ച് എൻജോയ് ആയിട്ട് ഓരോ സ്ഥലത്തും പ്രോഗ്രാമൊക്കെ ചെയ്ത് അങ്ങനെ റിട്ടയർമെന്റ് എന്ന് തോന്നാറേ ഇല്ല. എങ്ങനെ കുടുംബം കൂടെ ഇല്ലേ? ഒരു മാതൃക കുടുംബം. ബിക്കോസ് എല്ലാ ജനറേഷൻസ് ഒരുമിച്ച് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാല് അത് ബ്യൂട്ടിഫുൾ ആണ്. നല്ല നമുക്കൊരു കുടുംബ ഫോട്ടോ ഇപ്പൊ ഹോളോ അല്ല, അവരെ വീട്ടിൽ പേരിടാ കലാഭവൻ. മാതൃക കലാകുടുംബം. നിങ്ങളുടെ ട്രൂപ്പിലേക്ക് ഒരു ആർട്ടിസ്റ്റിനെ വേണോ? ശ്രീവിദ്യ മുല്ലച്ചേരി കുടുംബം തകർക്കാൻ ഒരു ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ക്ഷണിക്കപ്പെടുന്ന വേദികൾ ചിലപ്പോ പ്രോഗ്രാം കൂടുതൽ കിട്ടുമായിരിക്കും അല്ലേ? ഇവർക്ക് തന്നെ ഓൾറെഡി കിട്ടുന്നുണ്ട്. ശ്രീവിദ്യ വേണമെങ്കിൽ ഇടയ്ക്ക് ഒരുപാട് കിട്ടും. പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും. അത് മുക്കിന് കിട്ടും. നിങ്ങളപ്പോ കുടുംബപരമായിട്ട് എത്ര വർഷമായിട്ട് ഇങ്ങനെ ഈ ഒരു ഫീൽഡിലുണ്ട്? ഞങ്ങള് കുടുംബപരമായിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ഞാനൊരു 4 വയസ്സ് മുതൽ നൃത്തം പഠിക്കുന്നതാണ്. പിന്നെ എന്റെ വൈഫ് RLV നിന്നാണ് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞേക്കണത്. ഞാൻ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ ഭരതനാട്യത്തിൽ MA എടുത്തിട്ടുണ്ട്. മലയാളത്തിൽ എനിക്ക് MA ഉണ്ട്. കൂടാതെ എന്റെ മകൾ മീനാക്ഷി MB ആണ്. ഒപ്പം അണ്ണാമലൈ യൂണിവേഴ്സിറ്റി MA ചെയ്തിട്ടുണ്ട്. മകൻ എല്ലാ വർഷവും സംസ്ഥാനത്ത് ഭരതനാട്യം, മൃദംഗം, അതുപോലെ കേരള നടനം എല്ലാ വർഷവും. ഇപ്പോഴും ഈ വർഷം സംസ്ഥാനത്തുണ്ടായിരുന്നു. ഇപ്പോൾ +2 ആണ്. മകൾ കലാതിലകമായിരുന്നു മീനാക്ഷി. യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു. ഒരു കുടുംബം മൊത്തം സ്റ്റേറ്റിന്റെ ആൾക്കാർ, ഒരു കുടുംബം മൊത്തം MA MBA ഇനി ഒരു ഒന്നുമില്ല ബാക്കി. ഡോക്ടറേറ്റും ഒക്കെ എല്ലാം. ഒരു MBBS കൂടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ സ്റ്റേറ്റ് കലോത്സവം വിന്നറല്ലേ എല്ലാം. അതെ, സബ് ജില്ലയിൽ പോയി കിടന്ന് കരഞ്ഞോണോ പോയിരിക്കുന്ന. സാറേ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ സാറിനോട്. എങ്ങനെയാണ് വൈഫിനെ കണ്ടുപിടിച്ചത്? നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് അല്ലായിരുന്നു. ഞാൻ എൻ്റെ ടീച്ചർ കലാക്ഷേത്ര വിലാസൻ ടീച്ചറായിരുന്നു. ടീച്ചറിന്റെ വീട്ടിൽ പ്രൈവറ്റ് സ്റ്റഡി ആയിരുന്നു. അപ്പോഴാണ് അവിടെ ഇങ്ങനെ കല്യാണത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ കോളേജിൽ ഒരു നല്ലൊരു കുട്ടിയുണ്ട്, അപ്പൊ അതിന് നിനക്ക് വേണ്ടി ആലോചിക്കാം. അങ്ങനെ ആലോചിച്ചാണ് നൃത്തം പഠിച്ച ഒരാളെ തന്നെ കണ്ടുപിടിച്ചത്. ചേച്ചിക്കും ചേട്ടനാണ് അത് പറഞ്ഞത്. പണ്ടത്തെ അർജുനാന്ന് തോന്നുന്നു. ശരിയല്ല, അർജുൻ ഭാവിയിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ അമൃത TV നടക്കും. ഭാര്യ, മക്കൾ, അണ്ണാമല യൂണിവേഴ്സിറ്റി. ഇവൻ ഏതിലിപ്പോ MA എടുക്കുക? ഇത്ര MA എനിക്ക് ഉണ്ടാവില്ല കേട്ടോ. കഷ്ടപ്പെടാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാൽ നമുക്ക് എല്ലാം നേടാം അല്ലേ? ചേട്ടൻ ഇപ്പൊ അങ്ങനെ നേടിയതല്ലേ ഈ കുടുംബവും കലയൊക്കെ അല്ലേ ചേട്ടാ? എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകുന്നു. നല്ല കഷ്ടപ്പെട്ടു. ചേട്ടന്റെ റിട്ടയർമെന്റിന് ശേഷം ചേട്ടൻ MA എടുത്തിട്ടുണ്ടോ? റിട്ടയർമെന്റിന് മുൻപാണ് MA എടുത്തത്. ഒരു MA എടുത്തത്. നല്ലൊരു കുടുംബത്തിനെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചല്ലേ? ഈ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധ ഒരു കുടുംബത്തിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. നമ്മളുടെ കുടുംബം വെറും കുടുംബമല്ല, ജോർജ് കുട്ടിയുടെ കുടുംബം. എന്തായിരിക്കും നോക്കാം. മലയാള സിനിമ കണ്ട എക്കാലത്തെയും സസ്പെൻസ് ത്രില്ലർ ദൃശ്യം. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഈ ചിത്രത്തിന്റെ 3ാം ഭാഗവും പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. തുടർച്ചയായി 100 കോടി ക്ലബിൽ കയറിയ ഈ ചിത്രം 2ാം ഭാഗത്തിലും 3ാം ഭാഗത്തിലും തീരില്ല എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞങ്ങൾ ഈ ദൃശ്യത്തിന്റെ 25ാം ഭാഗം അവതരിപ്പിക്കുകയാണ്. ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് എത്ര മേക്കപ്പ് ചെയ്തിട്ടും ഒരു സാദൃശ്യവും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ തട്ടിക്കൂട്ടുന്നു. അദൃശ്യം 25. ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ടുപോകും.
കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. പക്ഷെ എൻ്റെ കുടുംബത്തിൽ ഇമ്പമല്ല ഉണ്ടായത്, ഭൂകമ്പമാണ് ഉണ്ടായത്. ക്ഷണിക്കപ്പെടാതെ വന്നൊരു അതിഥി വരുൺ, അയാളെ എങ്ങോട്ടൊന്നില്ലാത്ത ലോകത്തേക്ക് ഞാൻ പറഞ്ഞയച്ചു. ജോർജ് കുട്ടി കുറ്റം സമ്മതിച്ചേ, ജോർജ് കുട്ടി കുറ്റം സമ്മതിച്ചേ, ജോർജ് കുട്ടി കുറ്റം സമ്മതിച്ചേ എന്നൊക്കെയാണ് എൻ്റെ വായിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും ഞാനത് പറയില്ല. കാരണം ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. പിന്നെ അതിഥിയെ എങ്ങോട്ടോ പറഞ്ഞു വിട്ടെന്ന് നിങ്ങൾ പറഞ്ഞതാ. അതിഥിയെ കാണണമെങ്കിൽ വാവാ സുരേഷിനോട് ചോദിക്കണം. എനിക്കറിയില്ല അതിഥി ഒന്നും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ദൃശ്യം 1-ാം ഭാഗം കഴിഞ്ഞു, 2-ാം ഭാഗം കഴിഞ്ഞു, 3-ാം ഭാഗം കഴിഞ്ഞു, ഇപ്പതാ 25-ലെത്തി നിൽക്കുകയാണ്. വയസ്സായി, വയ്യ. ആദ്യത്തെ ഭാഗത്തിലെ എല്ലാം പറഞ്ഞ് ജയിലിൽ കീഴടങ്ങിയിരുന്നെങ്കിൽ ജീവപര്യന്തം കഴിഞ്ഞ് ഇറങ്ങാൻ പാടുന്നു. ഇപ്പോ 4 പരോളും കിട്ടിപ്പോയേനെ. ഈ വയസ്സാം കാലത്ത് വിട്ട് ദ്രോഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞ് എന്ത് ചെയ്യല്ലേ? ജീവിക്കാൻ അനുവദിക്കണം പ്ലീസ്. അതെ, എന്റെ ഭാര്യ റാണി വരുന്നു. ഇനി ആരെ തലക്കടിച്ച് കൊന്നിട്ടാണോ വരുന്നത്? അതെ, അകത്ത് മുഴുവനും നോക്കി ടോർച്ച് കൂട്ടി ജോർജ് കാണുന്നില്ല. തുടക്കത്തിലെ പാളി എന്താ പറഞ്ഞേ? അത് മാറിപ്പോയതാ, ജോർജ് കുട്ടി ടോർച്ച് കാണുന്നില്ലാന്ന്. അമിതമായ ഭയവും ടെൻഷനും നമ്മളെ കുഴി കൊണ്ട് ചാടിക്കും. അതുകൊണ്ട് പറയുകയാണ്, നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ശ്രദ്ധിച്ച് വേണം പറയാൻ. കാരണം എന്തെങ്കിലും കിട്ടാൻ അവർ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ സെറ്റിപ്പോരുത്. ജോർജ് കുട്ടിക്ക് ഇപ്പൊ സെറ്റിപ്പോയി. എനിക്കും സെറ്റി, നിനക്കും സെറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സെറ്റി പോയിരിക്കാം. ആ സെറ്റിലിരിക്കണവര് മുഴുവനും തെറ്റിക്കല. എന്നാ പിന്നെ നമുക്ക് ആ റൂട്ടിൽ പോണ്ട, ഈ റൂട്ടിൽ പിടിക്കാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. അതെ, മൺവെട്ടിയുടെ കയ്യിലെന്താ ജോർജ് കുട്ടി? കൗണ്ടറില്ലല്ലേ, തെറ്റുകൾ കോമഡി മാത്രമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മൺവെട്ടിയുടെ കയ്യിൽ ജോർജ് കുട്ടി എന്നല്ല പറയേണ്ടത്. ജോർജ് കുട്ടിയുടെ കയ്യിൽ എന്താ? സോപ്പ് പെട്ടി. എന്ത് പെട്ടി? ശവപ്പെട്ടി. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അമ്മയും മോള് ഓരോന്ന് കാണിച്ചു കൂട്ടും, കുഴിയെടുത്ത് മുഴുവൻ ഞാൻ. മനസ്സിലായോ? ജോർജ് കുട്ടി അതുകൊണ്ടല്ല, ജോർജ് കുട്ടിയുടെ കയ്യിൽ ഈ മൺവെട്ടി കാണുമ്പോ എനിക്ക് ടെൻഷൻ. അതുകൊണ്ടാ. എല്ലാം കുടുംബത്തിന് വേണ്ടിയല്ലേ ചെയ്തത്. ഇപ്പൊ ഒരു കാര്യം അറിയോ? ദിവസം 3 കുഴിയെടുത്തില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. മരുന്ന് കഴിക്കും പോലെ ഞാൻ കുഴിയെടുക്കുന്നത്. രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, രാത്രി ആഹാരത്തിന് മുന്നേ ഒന്ന്. അതെന്താ ആഹാരത്തിന് ശേഷം എടുക്കാത്ത? ആഹാരം കഴിച്ചെടുത്താൽ കുനിയാൻ പറ്റില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഓരോരുത്തർക്കും അടിച്ച് കൊന്നിട്ടാ മതി. കുഴിച്ചു പോകുന്നത് ഞാനാണ്. ഒരു കാര്യം ഞാൻ പറയാം, ആൾക്കാർ തിരിച്ചും മറിച്ചും തിരിച്ചും കുടിച്ച് ഹരിച്ചും ചോദിക്കും. ഒന്നും മാറ്റി പറയരുത്. ഓഗസ്റ്റ് 2-ാം തീയതി നമ്മൾ ഇവിടെ പോയിരിക്കായിരുന്നു. പാറമേക്കാവി പൂരം കാണാൻ. ഇപ്പൊ ജയിലിൽ കയറ്റി അടങ്ങുമല്ലേ? അങ്ങനെയല്ല പറയേണ്ടത്. പാറപ്പറ്റയിൽ പൊങ്കാലയ്ക്ക് പോയി. അത് അങ്ങനല്ലല്ലോ, പാറപ്പള്ളിയിൽ ധ്യാനത്തിന് പോയിന്നല്ലേ? അപ്പൊ അറിയാം, അറിഞ്ഞു വെച്ചും കൊണ്ട് നമ്മൾ ഇട്ടിങ്ങനെ വിട്ടുകയാണ്. ഒരു ജീവിതമേ ഉള്ളൂ. ഇത്രത്തോളമൊക്കെ ആയി. എല്ലാരും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ കൊള്ളാം. അല്ല, കയ്യിലെന്താ? മീന. 5 പൈസയുടെ ഫിഗർ ഇല്ലെങ്കിലും ആ പേര് പറയാൻ കാണിച്ച മനസ്സാണ് ഞാനിപ്പോൾ അംഗീകരിക്കുന്നത്. അതല്ല, എന്റെ കയ്യിൽ മീനാണെന്ന്. ബില്ലുണ്ടല്ലോ അല്ലേ? ബില്ല? പിന്നെ ബില്ല് വേണം. എനിക്ക് എല്ലാ കാര്യത്തിനും ബില്ല് വേണം. ഒന്നാമത് മൂത്രം ഒഴിക്കാൻ പോയപ്പോൾ ബില്ല് വാങ്ങിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനത്തെ ഒരു ബില്ലനാണ് ഞാൻ. എനിക്ക് ബില്ല് കിട്ടിയേ പറ്റൂ. എന്റെ ജോർജ് കുട്ടി സൈക്കിളിന് മീൻ വിൽക്കാൻ വരുന്നവന്റെ കയ്യിൽ എവിടെന്നാ ബില്ല്? അതൊന്നും എനിക്കറിയണ്ട. ബില്ല് കിട്ടിയേ പറ്റൂ. സൈക്കിളിനെ ബെല്ലും ബ്രേക്കും ഇല്ല, പിന്നെയാണ് ബില്ല്. എന്താ ഒരു കാര്യം ചെയ്യ്, ബില്ലില്ലാത്ത ഈ മീൻ നമുക്ക് കൊണ്ട് കുഴിച്ചിടാം. എന്തോ നിങ്ങൾ കുഴിച്ചിടുന്നോ അതോ ഞാൻ ഒലക്കെടുക്കണോ? വേണ്ട, കറി വെച്ച് കഴിക്കാം. ജോർജ് കുട്ടി ആര് വരുന്നുണ്ട്? ജോർജ് കുട്ടി, ഒരു കാര്യം ചെയ്യാം, ആര് വന്നാലും തിരിച്ചും മറിച്ചും ഗണിച്ച് കുരിച്ച് മാത്രമേ പറയാവൂ കേട്ടോ. അങ്ങനെ പറയാവൂ. ഓഗസ്റ്റ് 2 പാറപ്പള്ളി ധ്യാനം കേട്ടോ. ഓക്കെ, ജോർജ് കുട്ടി ചായോ? പേടിക്കണ്ട കേട്ടോ. ഇത് ജോർജ് കുട്ടിയുടെ വീട് തന്നെയാ. അല്ല, ജോർജ് കുട്ടിയുടെ വീട്ടില് ജോസഫിലെ ജോജു എന്തിനു വന്നിരിക്കുന്നത്? ജോർജ് കുട്ടി, നീയാണ് പാട്ട് മാറ്റിയിട്ട് ഒന്നാട് മോഹൻലാലിന്റെ ഫിഗറുകളെ പിടിച്ചിങ്ങനെ പാട്ട് എനിക്കറിയാം. നീ കളി ഇത് അല്ല, പെട്ടെന്ന് കണ്ടപ്പോ മറന്നുപോയി, അതുകൊണ്ടാ. ജോർജ് കുട്ടി, ബാക്കി പറ. എന്റെ മോളുടെ കാര്യം എന്തായി? അല്ല, ജോർജ് കുട്ടി ചായ ഒരു കാര്യം മനസ്സിലാക്കണം. മകൾക്ക് ഇപ്പോ 20 വയസ്സല്ല, അല്ല 10-45 വയസ്സ് കഴിഞ്ഞു. അതുകൊണ്ട് ഈ കല്യാണ കാര്യം പറയുമ്പം ആരൊക്കെ ഇവിടുന്ന് ഫോൺ വിളിച്ച് മുടക്കുന്നുണ്ടെന്ന്.
അവളുടെ മോളെ കെട്ടിയെടുക്കാനായിട്ട് അല്ല കെട്ടിച്ച് വിടാനായിട്ട് ആരും സമ്മതിക്കില്ലല്ലേ? എന്ത് ചെയ്യുമെന്ന് പറയുന്നത്? അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത് നടക്കാവിന്ന് വന്ന ആലോചന നടക്കൂല. അത് നടക്കാവിന്ന് വന്നപ്പോഴേ എനിക്കറിയായിരുന്നു നടക്കൂലെന്ന്. പേടിക്കണ്ട, മണ്ണാർക്കാട്ടിൽ നിന്ന് വേറൊരു ആലോചന വന്നിട്ടുണ്ട്. ഓ, അതെങ്കിലും മടർന്നാ മതിയായിരുന്നു. എങ്ങനെയാണ് റാണി തന്നു വിടുന്നോ അതോ ഞാൻ കൊണ്ടുപോണോ എന്ത് ഈ മണർക്കാട് കോമഡി കുഴിച്ചിടാനായിട്ട്? ഇതാകുമ്പോ നമുക്ക് ഈ ഫ്ലോറിൽ തന്നെ അങ്ങ് തീരും, ടെലികാസ്റ്റ് പോകില്ല. അല്ലല്ല, കുഴിച്ചിടരുത്, ജനങ്ങൾ കാണണം. എന്നിട്ട് ഈ റാണി ഏറിക്കിടന്ന് പറക്കണം, എനിക്ക് കാണണം. എന്നാ പറ്റേ ബാക്കി കാര്യങ്ങൾ പറയൂ. അല്ല അല്ല, മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചുറ്റില് ശത്രുക്കളുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മുടെ വാഴത്തോട്ടത്തിൽ ആരോ വന്നു പോകുന്നുണ്ട് ജോജൂട്ടി. റാണി അതല്ല, ഇളയ മോളുടെ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഒന്ന് പരിശോധിക്കണം. അവൾ ആളത്ര ശരിയൊന്നും അല്ല. അവൾ ആരെങ്കിലും വിളിച്ച് കയറ്റി കഴിഞ്ഞാ നീ വന്ന് തലക്കടിക്കും, ഞാനല്ലേ കുഴിച്ചിടാൻ. അതുകൊണ്ട് മക്കൾക്ക് ഒരു സമാധാനം തരണം. ഒരു ജീവിതമേ ഉള്ളൂ, എത്രാത്തും പറഞ്ഞ കുഴിയെടുത്ത് ജീവിക്കുന്നത്. അല്ല ജോർജ് കുട്ടിച്ചായ, ആരുടെ തലക്കടിക്കും കുഴിച്ചിടും? അതൊക്കെ വേറെ കാര്യങ്ങൾ. മോൻ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. അല്ല, ഈ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു ഫിലിം പ്രൊഡ്യൂസർ ഒക്കെ അല്ലേ, ഒരു CCTV വെക്കണം. നമുക്ക് CCTV വെക്കാൻ പറ്റില്ല, ജിത്തു ജോസഫ് സമ്മതിക്കില്ല. കാര്യം ടെസ്റ്റ് ഉണ്ടേ, ടെസ്റ്റ്. ഓക്കെ. അല്ല, മോളെ പുറത്തോട്ടൊന്നും കണ്ടില്ല, എവിടെ പോയി? മോള് അമ്മയുമായിട്ട് ചെറിയൊരു പ്രശ്നത്തിൽ. അമ്മയുമായിട്ട് എന്ത് പ്രശ്നം? അമ്മയും മോളും ആവുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയയിലിട്ട് ആഘോഷിക്കായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഇതാണ് ആൾക്കാരുടെ കുഴപ്പം. ആരുടെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ ചേല അല്ലേ? അല്ലേ ചേച്ചി? ഓക്കെ, അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. എന്നാ പിന്നെ മോൻ പോവല്ലേ? അല്ലല്ല ജോർജ് കുട്ടി, ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആരോ വരുന്നുണ്ട്, ഞാൻ കുഴി എടുക്കാം. അല്ലേ? അയ്യോ, അതാ പ്രഭാകരൻ സാറാണെന്നാ തോന്നണേ. അയ്യോ, ഏത് പ്രഭാകരൻ? വരുൺ പ്രഭാകരന്റെ അച്ഛനെ. ഗീതാ പ്രഭാകരന്റെ ഭർത്താവോ? തിരിച്ചു പറിച്ചു. ഓഗസ്റ്റ് 2. അധികാരത്തിന് ഗർവോ തിളക്കം ഇല്ലാതെ ഒരു മകന് വേണ്ടി കരഞ്ഞു ജീവിക്കുന്ന ആളാണ് എന്റെ ഗീത. അവൾ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെന്നറിയാം, ക്ഷമിക്കണം കേട്ടോ. ഒരു സത്യം എനിക്കറിയണം, ആരാണ് വരുൺ പ്രഭാകരന്റെ അച്ഛൻ? വരുൺ പ്രഭാകരന്റെ അച്ഛനാ? ഞാൻ ശബ്ദം പിടിച്ചപ്പോ തെറ്റിപ്പോയി കയ്യുന്നു. എന്റെ വരുണ് എന്താണ് സംഭവിച്ചത്? എന്റെ പൊന്ന് സാറേ, നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ ദൃശ്യം 1, 2, 3 ഒക്കെ വന്ന് ഇതല്ലേ ചോദിച്ചോണ്ടിരുന്നത്? അങ്ങിയാളോ പറയൂല, ചോദിക്കണം. നിങ്ങൾക്കെങ്കിലും ഇത്തിരി നാണക്കേടില്ലേ? ഞാൻ ഇത്രയും നാളും ആഫ്രിക്കയിലായിരുന്നു. അല്ല, അമേരിക്കയിലെ ബന്ധുക്കളെ കൂടെ ഇല്ലായിരുന്നോ? അധികാരത്തിന്റെ ഗർവം. അത് പറഞ്ഞ അടുത്ത പറ. അതായത് അമേരിക്ക ചെല്ലുമ്പോൾ അവിടുത്തെ ഓരോ കോളിംബിലും എന്റെ മകന്റെ ശബ്ദമായിട്ടാണ് എനിക്ക് തോന്നാറ്. അവൾക്ക് വരനെ കാണുമ്പോൾ തോന്നുമ്പോൾ ഞാൻ പുറത്ത് പോയി കോളിംബിലടിക്കും. എനിക്ക് വരനെ കാണാൻ തോന്നുമ്പോൾ അവൾ പോയി കോളിംബിലടിക്കും. അങ്ങനെ കോളിംബിലടിച്ചടിച്ച് ആ കോളിംബിലടിച്ചു പോയി. പിന്നെ അവര് കോളിംബിൽ വെച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരടിച്ചിറക്കി. അങ്ങനെ ആഫ്രിക്കയിൽ വന്നു. ആഫ്രിക്കയിൽ കോളിംഗ് ബെല്ല് അടിക്കൂലേ? ഇല്ല, അവിടെ ഓല ഷെഡാണ്, കറണ്ട് ഇല്ല. സൈക്കിളിന്റെ ബെല്ലല്ലേ, അടുത്തിട്ട് കിണിങ്ങിനെ നടിക്കും. കറക്റ്റാ കേട്ടാ. ഒരു പുള്ളിക്ക് ബില്ലും ഒരു പുള്ളിക്ക് ബെല്ലും. അയ്യോ, അത് പറഞ്ഞപ്പോ മറന്നുപോയി. വന്നപ്പോ മറന്നുപോയ സംഭവം. അച്ചായ, ഇത് ഞാൻ ഓട്ടോയിൽ വന്ന ബില്ല്. ഓക്കെ. ഇത് ഞാൻ ഫുഡ് കഴിച്ചതിന്റെ ബില്ല്. ഓക്കെ. പിന്നെ ഈ ബില്ല് ഭാര്യ തരാൻ പറഞ്ഞു. ഇതെന്ത് ബില്ലാണ്? കറണ്ടിന്റെ ബില്ല്. കറണ്ട് ബില്ല് എന്തിനായിട്ട് തന്നെ? അല്ല, ഭാര്യ പറഞ്ഞ ചേട്ടൻ ബില്ല് ശേഖരിക്കുമല്ലേ, ചിലപ്പോ വീട്ടിൽ ശേഖരിക്കുമ്പോ ഇതങ്ങ് അടച്ചാലാന്ന്. ഓക്കെ, എല്ലാ ബില്ലും ഞാൻ അടയ്ക്കാം. ഞാനൊരു ബില്ലിനാണ്. അധികാരത്തിന്റെ ഗർവം. ഞാൻ ചോദിക്കണം, വേറെ ഒരു ഡയലോഗും നിങ്ങൾക്കില്ലേ? എന്റെ വരുണിന് എന്തു പറ്റി? ശ്വാസം മുട്ടിപ്പോയോ? എന്ത് പട്ടി വരുണ്? അല്ല, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. ഈ പുള്ളി ആഫ്രിക്കയിൽ നിന്നൊക്കെ വളരെ കഷ്ടപ്പെട്ടു വരും. ഇനി വിസ കിട്ടൂല, മരച്ച് നോക്കിയാണ് ഈ 25 നമുക്ക് തീർക്കാം. ആ പയ്യൻ എന്ത് പറ്റിയെന്നൊന്ന് പറയണം പ്ലീസ്. എനിക്കും കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നമുക്ക് 25 നിർത്താം. എന്റെ അരുണിന് എന്താണ് പറ്റിയത്? എന്റെ ഗർഭാസി സാശാരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുമല്ലേ ഒരാളെ. സത്യം പറഞ്ഞ വരുൺ പ്രഭാകരന്റെ തലയ്ക്കല്ല അടി കിട്ടിയത്, ഇങ്ങനെ തലയ്ക്ക് അങ്ങനെ അടി കിട്ടിയത്. കിളിയും പറഞ്ഞങ്ങ് നടക്കുക. ഗീതാ പ്രഭാകരന്റെ ഭർത്താവ് വന്നേക്കും. നിങ്ങൾ വലിയ മനുഷ്യനാണ്. അത് വേറൊന്നുമല്ല, ആഫ്രിക്കയിൽ നിന്നപ്പോ കിഴങ്ങ് കൂട്ടി വളർന്നു. 2 ദിവസം ഡേറ്റ് ചെയ്ത് ശരിയാവും. അതല്ല,
നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും ഞങ്ങൾക്കില്ല. അത് ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മകൻ എന്ത് പറ്റിയെന്ന് ഞാൻ പറയാം. ശ്രദ്ധിച്ച് കേൾക്കുക. ഓഗസ്റ്റ് 2-ാം തീയതി മഴയുള്ള രാത്രിയിൽ നിങ്ങളുടെ മകൻ ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥിയായി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അപ്പൊ കപ്പയും മീനും ഉണ്ടായി കൊടുക്കണം, അതാണ് ബെസ്റ്റ്. അങ്ങനെ വന്ന് കയറിയപ്പോൾ അവൻ റൂമിനകത്തേക്ക് കയറി. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. തെറ്റ് പറ്റിപ്പോയി. തെറ്റ് പറ്റിയെന്ന് എനിക്കാണ്. അമ്പലത്തിലെ ഘോഷയാത്ര പോകുമ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. അല്ല, ഈ സംഭവം നമ്മൾ രണ്ടുപേരും കേട്ടിട്ടില്ല. ഒരു വട്ടം കൂടി ഒന്ന് പറയാമോ? ഒരു വട്ടം കൂടെ ഈ വരുണിന് ഒന്നും പറഞ്ഞേ. എനിക്കിന്ന് വീണ്ടും അത് പറയാൻ താല്പര്യമില്ല. എന്റെ ഭാര്യ റാണി പറയും. പറയൂ റാണി. അന്ന് ഓഗസ്റ്റ് 2-ാം തീയതി നല്ല മഴയുള്ള രാത്രി നിങ്ങളുടെ മകൻ വരുൺ എന്റെ മകളെ കാണാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. രണ്ടാമതും എനിക്കാണ് തെറ്റ് പറ്റിയത്. വെടിക്കെട്ട് നടക്കുമ്പോൾ ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. വേണ്ട, ഇങ്ങനെയൊന്നും ചോദിച്ചാൽ അവൻ സത്യം പറയില്ല. എടാ ജോർജ് കുട്ടി, സത്യം പറയണം. ഒരുപാട് പിടിച്ചാൽ ഫിഗർ വിട്ടാവും കേട്ടോ. നീ ആ വരുണിനെ എവിടെ കൊണ്ടടാ കുഴിച്ചു മൂടിയത്? സത്യം പറഞ്ഞില്ലേ നിന്നെ ഞാൻ ചവിട്ടി കൂട്ടും. താൻ ആരാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? ഞാനോ? കോൺസ്റ്റബിൾ സുമേഷ്, കോൺസ്റ്റബിൾ സഹദേവന്റെ മരുമകൻ. ടിച്ച് ടിച്ച് ടിച്ച്. അതുകൊണ്ട് ജോർജ് കുട്ടി സത്യം പറഞ്ഞേ. ഞാനല്ല ജോർജ് കുട്ടി, ഞാൻ പ്രഭാകരൻ. അതാണ് ജോർജ് കുട്ടി. അല്ല, ഈ ടിസ്റ്റ് ടിസ്റ്റ് പറഞ്ഞപ്പോ ഒരു ചുമ വന്നില്ലേ? കിളി പോയി, അതുകൊണ്ടാ. എവിടെ ജോർജ് കുട്ടി? എടാ ജോർജ് കുട്ടി, വരുൺ പ്രഭാകരൻ നീ എവിടെയാ കൊണ്ടുപോയി കുഴിച്ചു മൂടിയത്? പറയണം. നിങ്ങൾ ഈ വീട്ടിൽ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നിങ്ങൾ പോലീസാണെന്ന്. അടുത്ത കഥയും കൊണ്ടുവന്ന് വെറും 4-ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല നിനക്കെന്നും നീ പോലീസുകാരനേക്കാളും ഭയങ്കര ബുദ്ധിയാണെന്നൊക്കെ നാട്ടുകാരെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കുമല്ലേ. പക്ഷെ എനിക്കതിൽ വിശ്വാസമില്ല. നിനക്ക് എങ്ങനെ മനസ്സിലായടാ ഞാൻ പോലീസുകാരനല്ലത്? എങ്ങനെ മനസ്സിലായി? അത് നീ ആദ്യം പറ. ഈ മുണ്ടെടുത്തിട്ട് പോലീസിന്റെ ഷൂട്ട് വന്നു കഴിഞ്ഞാൽ അറിയില്ല. ലോജിക് കേട്ടോ മോനെ, ലോജിക്ക് നോക്കണം. എന്റെ വരുണിന് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ഇതുവരെ പോയില്ലായിരുന്നോ? ഇല്ല, ഇത് മുഴിപ്പിക്കണ്ടേ? എന്റെ പ്രൊഫസറെ എല്ലാം പൊളിഞ്ഞു, ഷൂ പൊളിച്ച്. ഞാനൊരു കാര്യം പറയാം. നമുക്ക് നീ ഇവരോട് വലിച്ചു നീട്ടണ്ട. ഇതിൽ നിർത്താം. അതെ, 25 മതി. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ദൃശ്യത്തിന്റെ ഓരോ ഭാഗം ഇറങ്ങുമ്പോഴും പ്രേക്ഷകർ ഇത് കൈ നീട്ടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 100 കോടി ക്ലബിൽ കയറുമ്പോൾ നമ്മൾ എങ്ങനെ ഇത് വൈൻഡപ്പ് ചെയ്യുന്നത്? അതുകൊണ്ട് ദൃശ്യത്തിന്റെ 50-ാം ഭാഗത്തിലെങ്കിലും ഞാനിത് പറയാൻ ശ്രമിക്കാം. അതുവരെ നിങ്ങളെല്ലാവരും സഹകരിച്ചേ പറ്റൂ. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. എന്റെ വരുണിനെ നിങ്ങൾ കൊന്നു എന്ന് എനിക്കറിയാം. പക്ഷെ അവനെ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്? എല്ലാം മുകളിലിരിക്കുന്നവനറിയാം. പ്രഭാകരൻ സാറേ, ക്ലൂ കിട്ടി. എന്ന് ക്ലൂ ആണ് കിട്ടിയത്? നിങ്ങളെ വരുൺ പ്രഭാകരനെ എവിടെയാണ് കൊണ്ടുപോയി കുഴിച്ചിട്ടേക്കുന്നെന്ന് ജോർജ് കുട്ടിയുടെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് ക്ലൂ കിട്ടി. എങ്ങനെ? മുകളിലെന്ന് പറഞ്ഞില്ലേ, ചൊവ്വയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇന്നു മുതൽ പോലീസിന്റെ അന്വേഷണം ചൊവ്വാഗ്രഹത്തിലേക്ക്. ഇതുപോലുള്ള പോലീസുകാരുണ്ടെങ്കിൽ ദൃശ്യം ഇനിയും തുടരും. ദൃശ്യം 26 ഇനി ചൊവ്വാഗ്രഹത്തിലേക്ക്. തിരിക്കാനുള്ള ടൈം വീണ്ടും ആയിരിക്കാണ്. ആരാണ് ഇറക്കാൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറക്കാം. നമ്മളെ ഈ തെക്കേക്കര എല്ലാവരും സ്വാഭാവികമായിട്ടും പറയുന്നത് തിളങ്ങുന്ന ഒരു ടീം എന്നാണ്. അപ്പൊ സ്വർണത്തെ പോലെ തിളങ്ങുന്ന തെക്കേക്കരയ്ക്ക് സ്വർണത്തിനെ പോലെ തിളങ്ങുന്ന നമ്മുടെ തമ്പിയാണ് ഞാൻ ഗ്രൂപ്പിനെ കൊണ്ടുവരാൻ പോകുന്നത്. ഞങ്ങൾ തൊടുന്ന സ്കിറ്റുകളെല്ലാം പൊന്നായതുകൊണ്ടും ഞങ്ങൾ കൈവയ്ക്കുന്നതെല്ലാം ഹിറ്റ് ആയതുകൊണ്ടും നമ്മൾ അങ്ങ് തമ്പിയാണ് അങ്ങ് സ്ഥിരമായിട്ട് അങ്ങ് ഇറക്കാൻ പോവാ. മാത്രമല്ല തമ്പിയുടെ ഒരു വാക്ക് പറഞ്ഞത് ഓക്കെയാണ്. അത് പറഞ്ഞോണ്ട് ചേച്ചി, തമ്പിയണ്ണന് വേണ്ടി നമുക്ക് ആ ബാറ്ററി ഓൺ ചെയ്ത് കൊടുത്താലോ? ബാറ്ററി ഓൺ ആണ് തമ്പിയണ്ണന് വേണ്ടി. എന്നാ ചിരിക്കാൻ റെഡി ആയിക്കോ. ഗോൾഡൻ മൊമെന്റ് ആണ് വരാൻ പോകുന്നത്. ദ ഗോൾഡൻ തമ്പിയണ്ണൻ ടീം.
എന്റെ പൊന്നു മേഡം, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും മേഡം. ഇന്നലെ രാത്രി തൊട്ട് എന്നോട് പിടിച്ചിട്ടൊക്കെയല്ലേ. കൊറേ നേരമായില്ല നീ കടന്ന് മോങ്ങുന്ന്. കള്ളും കുടിച്ച് വണ്ടി ഓടിച്ചപ്പോ ഓർക്കണായിരുന്നു ഇവിടെ വന്ന് ഇങ്ങനെ മോങ്ങേണ്ടി വരുമെന്ന്. നിന്നെ ഒറ്റ ഇടുക്കിയാന്ന് ഉറക്കിക്കളയും പറഞ്ഞേക്കാം. എന്തുവാടോ നീ പറയുന്നത്? ഒന്നും മനസ്സിലായില്ല. ഓ, അപ്പൊ ഞാൻ പറയുന്നത് മാത്രം മനസ്സിലാവുന്നില്ല, നിങ്ങൾ ഈ വൈറൽ സെറ്റിലൂടെ പറയുന്ന കറക്റ്റ് മനസ്സിലാവുന്നുണ്ടല്ലേ? എന്നെ ഇറക്കി വിടും മേഡം. നിന്നെ അങ്ങനെയൊന്നും ഇറക്കി വിടാൻ പറ്റത്തൊന്നുമില്ല. ജാമ്യത്തിൽ ഇറക്കാൻ ആരെങ്കിലും വന്നാൽ ഇറക്കി വിടാം. വരും. ആര്? എന്റെ തമ്പി അണ്ണൻ വരും. ആരാടാ തമ്പി? ആരാടാ തമ്പി എന്നാ? തമ്പി അണ്ണന്ന് വിളിക്കണം. ഞാനിവിടുത്തെ SI യാ. SI ആയാലും കമ്മീഷണർ ആയാലും തമ്പി അണ്ണന്ന് വിളിക്കാവൂ. തമ്പിയണ്ണെ കുറിച്ച് അറിയില്ല. അറിയാൻ മേലാത്തവരെ കൊണ്ട് വന്നാൽ ഞാൻ നിന്നെ ഇറക്കി വിടുക. അയ്യോ, മേഡത്തിന് അറിയത്തില്ല, പക്ഷെ എനിക്കറിയാം. നിനക്കറിയാമെങ്കിൽ എനിക്കറിയത്തില്ലല്ലോ. എനിക്കറിയത്തില്ലാത്ത ആളെ കൊണ്ട് വന്നാൽ ഞാൻ നിന്നെ ഇറക്കി വിടത്തില്ലല്ലോ. മേഡം, ഞാൻ ഈ കണ്ടന്റ് അങ്ങ് ഉപേക്ഷിച്ചു. ഇനി ഞാൻ തമ്പിയണ്ണെ കുറിച്ച് ഒരു പ്രൊഫൈൽ അങ്ങോട്ട് പറഞ്ഞു തരാം. തൊട്ടതൊക്കെ പൊന്നാക്കുന്നതാണ് എന്റെ തമ്പിയണ്ണൻ. ഓട്ട മത്സരത്തിന് കിട്ടിയ വെള്ളിക്കപ്പ് തൊട്ട് സ്വർണ്ണക്കപ്പാക്കിയ എന്റെ തമ്പിയണ്ണൻ. ഇത്രയും സ്വർണ്ണത്തിൽ തൊട്ടിട്ടും കസ്റ്റംസിന് പോലും പിടിക്കാൻ പറ്റാത്ത ഏക വ്യക്തിയാണ് തമ്പിയണ്ണൻ. പ്ലീസ് വെൽക്കം ദ വൺ ആൻഡ് ഓൺലി ഗോൾഡൻ സ്റ്റാർ തമ്പിയണ്ണൻ. പ്ലീസ് വെൽക്കം ഇൻ ദ സ്റ്റേഷൻ. സോറി, സൈറ്റ് മാറിപ്പോയി. സോറി അല്ല, ഏതോ സായിപ്പിനല്ലേ വിളിച്ചത്? ഞാൻ ഇംഗ്ലീഷ് ഒന്ന് ബൂസ്റ്റ് ചെയ്തതല്ലേ? അങ്ങനെ ഓക്കെ, സോറി. ജോൺ പീറ്റർ, എൻട്രി മ്യൂസിക്. തെക്കുള്ളപ്പ വടക്ക് വാ, വടക്കുള്ളപ്പ തെക്ക് പോ, തെക്കും വടക്കുള്ളപ്പ എങ്ങോട്ടെങ്കിലൊക്കെ പോ. ആ മക്കളെ, അനുഗ്രഹം വാങ്ങിക്കും. അതാരാ? അണ്ണ, ഇത് ഇവിടുത്തെ വനിത SI ആണ്. ഒന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ പറയൂ. കളിപ്പാണ് അവര്. ഒരു കരിപ്പുമില്ല. തമ്പിയുടെ ഫാൻസ് അവിടെ വന്നിരിക്കുന്നത്. നോക്കടാ, സെയിം ഡ്രസ്. അത് സംസ്ഥാന സെക്രട്ടറി മേവള പത്മകുമാർ, സംസ്ഥാന പ്രസിഡന്റ് തൊടുപുഴ സുരേഷ് മാഷി. പിന്നെ അവരൊക്കെ ആഭരണം പോലും തമ്പിയണ്ണം തൊട്ടാ പൊന്നാക്കി കൊടുത്തത് കണ്ടാ. പിടിക്കുന്നില്ല. പോട്ടെ മോനെ, നിന്നെ SI എവിടൊക്കെ തൊട്ട്? എന്നെ ഇവിടെയും തൊട്ട് ഇവിടെയും തൊട്ട് ഇവിടെയും തൊട്ടെണ്ണ. ഭഗവാനെ, എന്നെ പിടിച്ചാ മതിയായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ ദേഹത്തോട്ടെ ചെറുക്കനെ തൊടാൻ പറ്റത്തുള്ളൂ. ഇനി തൊട്ടോ. എന്നെ അടിക്കല്ലേ. പിന്നെ മോനെ, വാച്ചി പറഞ്ഞോളൂ. പാവച്ചല്ലാതെ എവിടെ വെച്ചാടാ വർത്താനം പറയുന്നേ? അയ്യോ, അതല്ലെന്ന് നിന്നെ വീട്ടിൽ വിളിക്കുന്നവരാ വാവച്ചി. എനിക്ക് മാത്രമല്ല, തമ്പിയണ്ണ വീട്ടിൽ വേറെ പേരുണ്ട്. പറഞ്ഞു കൊടു മോനെ. ഒറാങ്കുട്ടൻ. പിന്നെ എന്നെ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞോളൂ. അത് മേഡം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തമ്പിയണ്ണ എവിടെ തൊട്ടാലും അവിടെ പൊന്നാണ്. സത്യം. ഈ ഇടയ്ക്ക് വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു മത്സ്യകന്യക വന്നങ്ങ് അടിഞ്ഞ് തമ്പിയണ്ണം പോയി തൊട്ട് മാറി. പൊന്നായി മാറിയോ? കന്യക എന്നുള്ള പേര് മാറി. അവിടെ ഇപ്പൊ വിഴിഞ്ഞം കടപ്പുറത്ത് കുലുക്കി സർവത്ത് വിറ്റ് കിടക്കുന്നു. ഇങ്ങോട്ട് മാറേ. ഞാൻ വേറൊരു സംഭവം പറയാം. അതായത് അമേരിക്കയിൽ നിന്ന് കുറച്ച് ഫാമിലി ഇവിടെ കേരളത്തിൽ വന്നു. അവരെന്നെ വിളിച്ച്, തമ്പിയണ്ണ ജോസ് പ്രസാദ് സൗണ്ട് ഒക്കെ പറയൂ. എടാ, സായിപ്പ് എന്നെ വിളിച്ചതാ. സായിപ്പായിരുന്നാ? ഹലോ മിസ്റ്റർ തമ്പിയണ്ണൻ. ഹായ് ഷീലാമ. നോ മദാമ. ഇത് ഇപ്പം ഇതാരണ്ണ? അതാമയുടെ സായിപ്പിന്റെ മോള്. രാവിലെ എന്നെ വിളിച്ചു പറയാൻ. താൻ ഈ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഭഗവാനെ, ഒരു കള്ളക്കഥ ഇംഗ്ലീഷിൽ പറഞ്ഞത് ഇനി തർജ്ജമ മലയാളത്തിൽ ചെയ്യണമല്ലോ. കുഴപ്പമില്ല, അത് വേറൊന്നുമില്ല. അമേരിക്കയിൽ നിന്ന് സായിപ്പ് വന്ന് എന്നെ വിളിച്ചു, തമ്പിയണ്ണ എന്റെ മോന്റെ തലയിൽ നിന്ന് തൊട്, ഒന്ന് പൊന്നാക്കാൻ പറഞ്ഞു. ഞാൻ തൊട്ട് പൊന്നായി. ആ ചെറുക്കന്റെ പേര്, നമ്മൾ ഈ മഴ പെയ്യുമ്പോഴേ ഈ വെള്ളം വീഴുന്ന ഒരു പാത്രം ഉണ്ടല്ലോ. യെസ്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. ട്രംപിന്റെ തലയില് പിന്നെ തലമുടി എന്ത് കളറാ? സ്വർണ്ണ കളറ്. തൊട്ടതാരാ? തമ്പിയണ്ണൻ തൊട്ടാ പൊന്നാണല്ലോ. തമ്പിയണ്ണ ഈ കഥ മാത്രം എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്റെ മോനെ, തമ്പിയണ്ണന്റെ കഥ ഒരു പരമ്പരയാ. അതിങ്ങനെ എപ്പിസോഡ് ഇങ്ങനെ വന്നോണ്ടിരിക്കും. എല്ലാം കൂടെ ഒരു ഒറ്റ എപ്പിസോഡ് പറഞ്ഞ കണ്ടന്റ് തീർന്നു പോകത്തില്ലേടാ. ശരിയാണ്. മേഡം, പിന്നെ വേറൊരു കാര്യം. ഈ ഇടയ്ക്ക് തമ്പിയണ്ണ റോഡേ പോവായിരുന്നു. അപ്പൊ ഒരു ചാമ്പാലിപ്പട്ടി സൈഡിൽ കൂടെ പോയി. തമ്പിയണ്ണ പോയി നേരെ അങ്ങ് തൊട്ട് ആ പട്ടിയുടെ പേര് വരെ മാറി. എന്തോ പേര്? പറഞ്ഞു കൊടുണ്ണ. ഞാൻ പറഞ്ഞ നാക്കുളുക്കും, നീ പറഞ്ഞു. ഗോൾഡൻ റിട്രീവർ. ഗോൾഡ് കണ്ട തൊട്ടതാരാ? തമ്പിയണ്ണൻ. പൊന്നാവത്തില്ലേ? വേറെ വല്ല പട്ടിയാൻ തൊട്ടോ? വേറെ ഈ തൊടാൻ വേണ്ടി ആൾക്കാർ വിളിക്കുന്നുണ്ട്. തമ്പിയണ്ണ സമയമില്ലാത്തോണ്ട് തമ്പിയണ്ണ പറഞ്ഞ് തൽക്കാലം ഡാഷ് ഇട്ട് വെക്ക്, പേര് കിട്ടുമ്പോ ഫില്ല് ചെയ്യാന്ന്. ആ പട്ടിയൊക്കെ എന്തോ ചെയ്യുന്നു? അതല്ലേ ഡാഷ് ഹണ്ട്. പിന്നെ വേറെ ഒരു സംഭവം പറട്ടെ മേഡം. നമ്മളെ നാട്ടിലുണ്ടല്ലോ, ഒരു 3 മാസത്തിന് മുമ്പ് ആൾക്കാർ ഒരു പറച്ചിലുണ്ടായിരുന്നു, അറിയാലോ.
ഭയങ്കര ചൂട് പൊള്ളുന്ന ചൂട്. എന്നിട്ട് പറയും മഴയൊന്ന് ചാറിയാൽ മതിയായിരുന്നു, പെയ്താ മതിയായിരുന്നു. ഇപ്പോഴോ മഴ പെയ്തപ്പോഴോ നാറിയ മഴ, വൃത്തിയിട്ട മഴ, ഭയങ്കര മഴ. അതെന്താ ഇപ്പൊ ഇവിടെ പറഞ്ഞത്? അത് ട്രെൻഡിങ് ടോപ്പിക്കാ. അത് ഇപ്പം പറയാൻ പറ്റില്ലെങ്കിൽ വേറെ വല്ല ടീം പറയും. അത് മാത്രമല്ല, നമുക്ക് പറയണമെങ്കിൽ ഇനി 1 വർഷം കഴിയും. തമ്പിയണ്ണനെ ട്രെൻഡിങ്ങാ, പുതിയ ട്രെൻഡിങ് സാധനം പറഞ്ഞുകൊണ്ടിരിക്കണം. അത് മാത്രമല്ല മാഡം, തമ്പിയുടെ കഥ കുട്ടികൾക്കിടയിൽ വരെ വൈറലാണ്. എന്താ ഈ പൊന്മുട്ടിടുന്ന താറാവ് ആരുടെ കഥയാണ്? സ്കൂളിൽ പഠിപ്പിക്കുന്ന അത് തമ്പിയുടെ കഥയാണത്. തമ്പിയുടെ വീട്ടിലെ താറാവ് ഒരു ദിവസം മുട്ടയിട്ടില്ല. തമ്പിയുടെ നേരെ താറാവിനെ എടുത്ത് മുട്ടയിടുന്ന സ്ഥലത്തൊന്ന് തൊട്ട്, പിന്നെ ചാറാ പറ പൊന്മുട്ടയല്ലായിരുന്ന തൊട്ടതാരാ? തമ്പിയണ്ണൻ. പിന്നെ അത് മാത്രമല്ല, ഈ ഇടയ്ക്ക് ഈ ഭയങ്കര വൈറലായി. ബംഗ്ലാദേശിൽ ഒരു പോത്ത് തമ്പിയണ്ണം പോയി തലയിലൊന്ന് തൊട്ട്, മുടിയോ സ്വർണ്ണ കളർ. പിന്നെ വൈറലായില്ലേ? ഇതെല്ലാം മൊബൈലിൽ കണ്ടിട്ടുണ്ടല്ലോ. കുട്ടിയൊക്കെ എന്നെ വിളിച്ച് ഈ സൈഡിലെ കുറെ പല്ല് കേടാ, തമ്പിയണ്ണം ഒന്ന് തൊട്ട് സ്വർണ്ണാക്കി തരാൻ പറഞ്ഞു. ഞാനാ സ്വർണ്ണപ്പല്ല് വെച്ചത് എന്താ കാര്യം? അവൻ ആദ്യം നാക്ക് നന്നാക്കാൻ പറ. അത് നന്നായിട്ട് തമ്പിയണ്ണം ചെയ്തു കൊടുത്തേനെ. കാരണം തമ്പിയണ്ണം നമ്മുടെ നാട്ടിലെ നന്മ മരമാണ്, നന്മ മരം. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതുവരെ. അതെ, മുളയിലെ 2 നാട്ടുകാരും നുള്ളി കളഞ്ഞു. മനസ്സിലായില്ല. അതെ, ഈ കാരറ്റ് ജംഗ്ഷനിൽ കണ്ണ് കാണാത്തൊരു അപ്പം അവിടെ നിൽക്കായിരുന്നു. തമ്പിയണ്ണ അയാളെ നേരെ ബസ് കയറ്റി അങ്ങ് വിട്ട്. അതൊക്കെ നല്ല കാര്യമല്ല. ഇവിടെ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ വന്ന് ആദരിക്കത്തില്ലേടോ. പുള്ളിക്ക് ഇറങ്ങേണ്ടത് തൊട്ടടുത്ത സ്റ്റോപ്പായ കിളിമാനൂര്. ഞാൻ കയറ്റി വിട്ടത് KSRTCയിലെ മിന്നൽ ബസ് ബാംഗ്ലൂർ നോൺ സ്റ്റോപ്പ്. 2 മാസം കൊണ്ട് അപ്പന്റെ നാട്ടുകാരും വീട്ടുകാരും അപ്പനെ തിരക്കി ബാംഗ്ലൂരിൽ മൊത്തം കറങ്ങി നടക്കുകയാണ്. അണ്ണ ബൂസ്റ്റ് ചെയ്തില്ലേ? മാഡം, തമ്പിന് ഈ കഴിവല്ല, വേറൊരു കഴിവും കൂടെ ഉണ്ട്. നോക്കി നിന്ന് ആൾക്കാർ അസുഖം കണ്ടുപിടിക്കും. ഞാൻ ഈ ഇടയ്ക്ക് ലേഡീസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ട് എത്തിയപ്പോ തല കറങ്ങിയൊന്ന് വീണു. ഒരു പെണ്ണ് എന്നെ എടുത്തോണ്ടെങ്കിൽ പോയി. പിന്നെ എന്റെ ചുറ്റും എന്തോരോ പെണ്ണുങ്ങളായിരുന്നു. എന്റെ അസുഖം എന്തരണ്ണ? അല്ല, ഈ കഴിവ് മാഡത്തിന് എങ്ങനെ കിട്ടി? ഒന്ന് പറയേ. ഞാൻ വന്നപ്പോ കൈ കാണാൻ തന്നായിരുന്നോ? കുഴപ്പമില്ല. മുല്ലപ്പൂമുടി ഏറ്റുകിടക്കും SIക്കുമുണ്ട് ആ സൗരഭം. ധൈര്യമായിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് വേണ്ടി സ്വഭാവം ഇഷ്ടപ്പെടുത്തില്ല. പിന്നെ ചന്തിക്ക് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കാൻ പോയതാ. പിന്നെ വേണമെന്ന് വെച്ചതാ. വേറെ ഒന്നുമില്ല, തമ്പിയണ്ണം തൊട്ടാണല്ലോ ചന്തി സ്വർണ്ണ ചന്തയാവും. പിന്നെ അത് മാത്രമല്ല, ഈ ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ ഇഞ്ചക്ഷൻ വെക്കാൻ വരുമ്പോണ്ടല്ലോ, ഇവന്റെ ചന്തയിൽ പിന്നെ എഴുതും 916 എന്ന് തങ്കലിപികളാൽ കൊത്തിവെക്കും. അതുകൊണ്ട് മാത്രം തമ്പിയണ്ണം തൊട്ടില്ല. ഒരു മിനിറ്റ് മേഡം, ഒരു മിനിറ്റ്. മേഡത്തോടെ പോണു വിളിച്ച്. അയ്യോ, ഞാൻ മേഡത്തിനല്ലേ വിളിച്ചത്, തമ്പിയണ്ണ വിളിച്ചത്. സത്യം, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു SI ചമ്മിക്കുന്നത്. സത്യം, വേറൊന്നും തോന്നരുത്. കുട്ടികളെ, അലീസ ഇലീനെ നിങ്ങളെ ഒരു വനിതാ SI ഫുൾ യൂണിഫോമിൽ തോളത്തെ സ്റ്റാർ വെച്ച് ചമ്മിക്കുന്നുണ്ടോ? എന്തുപറ്റി? ഞാൻ തന്നെയല്ലേ വിളിച്ചേ, അവനെ വിളിച്ചേ. ഇപ്പൊ താൻ ചമ്മിയോ? അമ്മയണ്ണ അണ്ണാ ഇങ്ങനെ സമയമായി. എണ്ണ എന്നെ ഇറക്കൊണ്ട് പോകാൻ നോക്കണ്ട. മേഡം പറഞ്ഞോളൂ, സെറ്റപ്പ് നോക്കണ്ടോ? എടാ, നീ റൈറ്ററിന്റെ കയ്യിൽ 500 രൂപ കൊടുത്തിട്ട് രസീതും മേടിച്ചോണ്ട് പോക്കോ. പോട്ടാ. ഓ ശരി, താങ്ക് യു മാഡം. മക്കളെ നന്നായി വരും. പിന്നെ വേറൊന്നുമില്ല, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് കൊലപാതകം ചെയ്തോ, തമ്പിയണ്ണുണ്ട്. ധൈര്യമായിട്ടില്ലേ? എന്തോ അയ്യോ, തമ്പിയണ്ണം തൊട്ട് ഒരു സ്വർണ്ണ പേൻ കൊണ്ട് പണയം വെച്ചോ കേട്ടോ? ശരിയണ്ണ. പിന്നെ മേളം എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം, മറക്കരുത്. മനസ്സിലായല്ലോ? പിന്നെ എവിടെയെങ്കിലുമേ ഈ കാക്കയുടെ പ്രാവിന്റെ തൂവല് കിട്ടൂ. എന്തിനാണ്? ചെവിയിലിട്ട് കറക്കാനാണ്? അല്ലെന്ന് SIയുടെ തൊപ്പി വെക്കാൻ. അതിന് നാളത്തെ പത്രങ്ങളിൽ പ്രധാന വാർത്ത, SIയുടെ തലയിൽ പൊൻതൂവൽ. മനസ്സിലായോ? തമ്പിയണ്ണം തൊട്ടാ പൊന്നാവും. ശരി, കൂടെ മേഡം. തനിക്ക് വന്നേ. എന്താ മേഡം? തനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്നാ പറഞ്ഞേ? അത് ഒരു മത്സ്യകന്യയെ തൊട്ട് അതിന്റെ പേര് മാറിയായിരുന്നു. സ്ത്രീ പീഡനം. പിന്നെ പട്ടിയെ തൊട്ട് പേര് മാറ്റി. മൃഗങ്ങളോടുള്ള ക്രൂരത. പിന്നെ കണ്ണു വയ്യാത്ത ഒരാളെ ഞാൻ മറ്റേ ബാംഗ്ലൂർ ബസ്സിൽ കയറ്റി വിട്ടില്ലായിരുന്നു. അങ്ങനെ ഉണ്ട്. മനുഷ്യക്കടത്ത്. അല്ല അണ്ണാ, മറ്റേ സാധനം പറഞ്ഞില്ല. ഏത്? നമ്മളെ മെയിൻ സാധനം അമേരിക്കയില. ഞാൻ മറന്നു പോടാ. അത് പറ. മേഡം, പിന്നെ വേറെ കേസുണ്ട്. അമേരിക്കയിലെ മറ്റേ ട്രംപ് വന്ന് തലയിൽ തൊട്ട് സ്വർണം. സ്വർണ്ണക്കടത്ത്. ഞാൻ വിട്ടുപോയന. എല്ലാം കൂടെ കൂട്ടി നിന്റെ തമ്പി എണ്ണൻ ഒരു 5 കൊല്ലം കമ്പി എണ്ണ. 5 കൊല്ലം ജയിലിൽ കിടക്കാവുന്നു. 5 കൊല്ലം ജയിലിൽ കിടക്കും? കിടക്കും. തമ്പി എണ്ണ ജയിലിൽ കിടന്ന എന്ത് സ്വർണ്ണ കൂട്ടി കിടക്കാല്ലേ? മനസ്സിലായില്ല? അണ്ണല്ലേ പോയി കമ്പി തൊടുന്നത്. അത് പിന്നെ സ്വർണ്ണ കൂടാവത്തില്ലേ? ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. തമ്പിയണ്ണ ജയിലിൽ പോകുന്ന മുന്നിട്ട് അന്ന് എന്തെങ്കിലും പറയണ്ട? ജയിലിൽ പോയാലും പോയില്ലെങ്കിലും ഈ തമ്പിയണ്ണന് ഒന്നേ പറയാനുള്ളൂ. എന്തോന്ന്? തെക്കുള്ളപ്പ വടക്കു പോവാ, വടക്കുള്ളപ്പ തെക്ക് പോ, തെക്കും വടക്കുള്ളപ്പ എങ്ങോട്ടെങ്കിലും പോ. താനിപ്പോ എങ്ങോട്ടും പോകണ്ട, അകത്തോട്ട് പോടോ. മേഡം, ഒരു മിനിറ്റ്. ജോൺ പീറ്റർ
പ്ലീസ് ജയിൽ എൻട്രി മ്യൂസിക്. തെക്കുള്ളപ്പുപ്പ വടക്ക് പോ, വടക്കുള്ളപ്പുപ്പ തെക്ക് പോ, തെക്കും വടക്കുള്ളപ്പുപ്പ എങ്ങോട്ടെങ്കിലും പോ. ഒരു സ്കിറ്റിൽ അത് കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭീവത്സ്യ. ഇടക്കെട്ട് അവരെന്തൊക്കെയോ ഇതിന്റെ വായിലൊന്നും തൊടാൻ പറ്റുമോ? സ്വർണ്ണമായോണ്ട് അടച്ചു വെച്ച് അവിടെ ഇരുന്നോളൂ. അല്ല ഇന്ന് ചേച്ചി ഭയങ്കര ലൈവ്ലി ആയിരുന്നു. ചേച്ചി യൂഷ്വലി ഭയങ്കര ഒന്ന് പതിഞ്ഞ് സംസാരിക്കുക. ഇന്ന് ചേച്ചി ഒരു സ്ട്രോങ് ഒരു SIന്റെ റോളാ ചെയ്ത്. സൂപ്പർ ചേച്ചി. ചേച്ചിക്ക് ഒരു IPS ആണോന്നായിരുന്നു ആഗ്രഹം അല്ലേ? ഒരു 5 കിലോ പേപ്പറും കൂടെ വേണം ഞാനൊന്നും അല്ലാതെ ഹൈറ്റ് കിട്ടാൻ വേണ്ടി. ചേച്ചിനെ കാണാനേ പഴയ സിനിമ നടിമാരൊക്കെ ഉണ്ടല്ലേ, ആ ഒരു അതുപോലെ ഉണ്ട് എന്ന് പറയണമെന്നാണ് എന്റെ ആഗ്രഹം. ചേച്ചിക്ക് ഇന്ന് കിട്ടിയ ക്യാരക്ടർ ഭയങ്കരമായിട്ടൊന്ന് പെർഫോം ചെയ്യണമെന്നുണ്ട്. പക്ഷെ കുറച്ച് മാത്രമേ ചേച്ചിക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? ചേട്ടന്മാരൊക്കെ അടിച്ചു പറ്റിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം കൊണ്ടുപോയി. ഇങ്ങനെ ഒരു വേഷം ഇനി കിട്ടുകയാണെങ്കിൽ അടിപൊളിയാക്കാൻ പറ്റും. അപ്പൊ ഒരു തവണ അങ്ങനെ ചെയ്തോ. ചേച്ചി സ്കോർ ചെയ്യട്ടെ. റോൾ അങ്ങോട്ട് കൊടുക്കും. തമ്പിച്ചി തമ്പിയണ്ണന്റെ പൂണ്ട് വിളയാട്ടോ സ്കിറ്റ് ഫുള്ള് നല്ല ലൈഫ് കളിയായിരുന്നു. അല്ലെ, തമ്പിയണ്ണൻ നമുക്ക് കുറെ എപ്പിസോഡിൽ അല്ലെങ്കിൽ കുറെ സീരിയസ് ആയിട്ട് പോകാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ് തമ്പിയണ്ണൻ. കുറെ നാൾ ഇങ്ങനെ തന്നെ പോട്ടെ, സക്സസ് ആയിട്ട്. നിങ്ങൾ ഇത്രയും പെർഫോം ചെയ്തിട്ട് ബാറ്ററി കാണണ്ടേ? പിന്നെ ആരും പറഞ്ഞില്ല ഞാനേ ഉള്ളൂ ഇതൊക്കെ പറയാൻ വേണ്ടി. ചേട്ടാ നമുക്ക് ബാറ്ററി നോക്കാം ചേട്ടാ. വാ. 20,000 rupees ആണ് നേടിയിരിക്കുന്നത്. ഒന്നും കൂടെ ഒന്ന് ആഞ്ഞു തൊടുവാണെങ്കിൽ പൊന്നുപോലെ കയറാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. തമ്പിയണ്ണ ഇത്തവണ തൊട്ടത് 32 ക്യാരറ്റ് ആയിപ്പോയി. അടുത്തൊരു 916. സൂപ്പർ. അപ്പൊ നേരത്തെ പറഞ്ഞാല് ഒന്നും കൂടെ ഒന്ന് ആഞ്ഞ് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ആ ബാറ്ററി പൊന്നുപോലെ ഇങ്ങനെ പോകുന്ന കാണാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. പറ മക്കളെ നമ്മുടെ കാര്യം. നമ്മളെ എന്നും നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കോമഡി പറയുന്ന ആൾക്കാരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, പേടിക്കണ്ട, ഞാൻ ഉദ്ദേശിച്ച നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്ലേ, വിവരം വെച്ച പോലെ പെട്ടെന്ന്. ഒരിക്കലും അവൾ ഇപ്പൊ തന്നെ പൊട്ടത്തരം പറയും. നമ്മുടെ ടീം സൈലന്റ് കില്ലേഴ്സിനെ നമ്മളങ്ങ് വേറെ ആരുമല്ല നമ്മുടെ കൃഷ്ണരാജ് ആൻഡ് ആരിഫ്. എന്നാ നമുക്ക് സൈലന്റ് ആയിട്ട് പൊട്ടിച്ചിരിക്കാന്നേ. ദൈവമേ, ശാസ്ത്രലോകത്ത് വന്നിട്ട് കാലം കുറയായി. എന്നാണാവോ ഞാനൊരു ഐസക് ന്യൂട്ടനോ ഐൻസ്റ്റീനോ ഒക്കെ ആവുന്നത്. ഇവരുടെയൊക്കെ കണ്ടുപിടുത്തങ്ങൾ കാണുമ്പോഴാ കൊതിയാവുന്നത്. ഒരു കാര്യം ചെയ്യാം, ഒരു തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചാലോ? ഇത് പുല്ല ആസിഡാ, എല്ലാടെ നിന്ന് കത്തും. തൽക്കാലം ഹൈഡ്രോളിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും മിക്സ് ചെയ്ത് പുക വരത്താം. അതാകുമ്പോ ചന്ദനത്തിരിയുടെ ഒരു ഫീല് കിട്ടും. ഇതില് ഹൈഡ്രോളിക് ആസിഡ് ഏതാ സൾഫ്യൂരിക് ആസിഡ് ഏതാ ആർക്കറിയാം. ശാസ്ത്രജ്ഞനായിപ്പോയില്ലേ, ഇന്ന് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണമല്ലോ. ആദ്യം ഞാനെന്റെ കണ്ണാടി ഒന്ന് കണ്ടുപിടിക്കാം. അതെവിടെ ഇരിക്കാം? എന്നിട്ട് കണ്ടുപിടിക്കാം എന്തെങ്കിലും. ഡോക്ടർ, യുറീക്ക! പോലീസ് വേഷത്തിൽ ഒരു അന്യഗ്രഹ ജീവി. അത് നീയല്ല കണ്ടുപിടിച്ചത്. 35 കൊല്ലം മുമ്പ് പത്മനാഭനാണ് കണ്ടുപിടിച്ചത്. പത്മനാഭനാര്? എന്റെ അച്ഛൻ. ലീഗലാ ഇല്ലീഗലാ? 100% ലീഗൽ. ഇതെന്തോടെ പരിപാടികളൊക്കെ ഉഗ്ര സെറ്റപ്പ് ആണല്ലേ. കുടം, പൈപ്പ്, ട്യൂബ്, ഇതുപോലൊരു സെറ്റപ്പ് ഞാൻ വിതിര കാട്ടിലും കണ്ടിട്ടുണ്ട്. അയ്യോ സാറേ, അത് വാറ്റ്, ഞാൻ നീറ്റാ. ഇതൊക്കെ എന്റെ കണ്ടുപിടുത്തങ്ങളാണ് സാറേ. പ്രാസം വെച്ചാടെ കളിക്കണത്. എന്തോടാ അത്? അത് രസം. മെർക്കുറിയാ? മെർക്കുറി അല്ല, ഉച്ചക്ക് ചോറിനോടെ കഴിക്കാൻ ഉണ്ടാക്കി വെച്ച രസം സാറേ. രസോ? ആഹാ, ഒട്ടും രസമില്ലല്ലോടെ. അല്ല സാർ എന്താ വന്നേ? ഞാൻ ഈ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. സോറി സാറേ, സമയമില്ല. ഞാനൊരു കണ്ടെത്തലിന്റെ തിരക്കിലാണ്. നീ എന്താണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്? അരി. അരിയാ? അരി കണ്ടുപിടിക്കാൻ പറ്റും? അരിക്ക് വേണ്ടി അതല്ലോ ഈ കണ്ടുപിടിക്കുന്നതല്ല. നീ കിളത്തി കേറണല്ലേ? എടേ, വേറൊരു കേസ്. എടാ, നിന്റെ പേര് ഞാൻ വിട്ടു, എന്തായിരുന്നത്? ശാസ്ത്രജ്ഞൻ ഡോക്ടർ രാജു. അല്ലടാ, ഈ ശാസ്ത്രജ്ഞന്മാർക്കേ പൊതുവെ
തോമസ് അൽവ എഡിസൺ, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഗ്രഹാംബിൾ ഇതുപോലത്തെ പേരുകളിൽ അത് കേൾക്കുമ്പോൾ തന്നെ എഴുതി നിന്ന് സല്യൂട്ട് അടിക്കാൻ തോന്നുന്നു. ഇതെന്താടാ ഇത്? ശാസ്ത്രജ്ഞ രായു ഒരു 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 കനവില്ലല്ലോടാ. സാറേ, അത് ശാസ്ത്രലോകത്തിന് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. എന്ത്? സ്വന്തം തന്തേ, അച്ഛന്റെ പേര് രാജൻ എന്നാണ്, അങ്ങനെ രാജു. ഓ അങ്ങനെ. സാറിന്റെ പേര്? എന്റെ പേരാ ഇൻസ്പെക്ടർ ശശിറാം. ഇപ്പൊ കനം വന്നെ കാലേ വീണ. എടാ നീ തളപ്പെട്ട് കേറണല്ലേ? അല്ല എടാ, നീ ഈ ശാസ്ത്രലോകത്തിലെ ഫീൽഡിൽ എങ്ങനെയാടാ വന്നത്? സാറേ, എന്റെ മാമന്റെ ഇൻസ്പിറേഷനാണ് ഞാൻ ശാസ്ത്രജ്ഞനായത്. മാമൻ ആരാണ്? ഗോവിന്ദൻ മാമൻ. കഴിഞ്ഞ 10 വർഷമായിട്ട് പരീക്ഷണങ്ങളോട് പരീക്ഷണങ്ങളും പരാജയങ്ങളോട് പരാജയങ്ങളും. പക്ഷേ മാമന് മാത്രം മനസ്സിലായില്ല പരാജയപ്പെട്ടത്. മാമന്റെ പേരെന്താ പറഞ്ഞു? ഗോവിന്ദൻ. പരാജയം ഒട്ടും മനസ്സിലാവും. അതൊക്കെ പോട്ട്, നിന്റെ മാമന്റെ ഇൻസ്പിറേഷൻ മാത്രമേ ഉള്ള, നീ ആയിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ലേ? എത്ര കണ്ടുപിടുത്തങ്ങൾ! പല ഉടായ്പ പരിപാടികളൊന്നും തന്നെയാടാ. ഉടായ്പൊന്നുമല്ല സാറേ. അഞ്ചാലുമൂട് സുരഭി സാംസ്കാരിക വേദിയുടെ 99 രൂപ ക്യാഷ് അവാർഡും കണ്ടുപിടുത്തത്തിന്റെ പ്രശസ്തി പത്രവും മേടിച്ചൊരു മനുഷ്യരാണ് സാറേ ഞാൻ. അയ്യോ, അതൊക്കെ പിന്നെ വലിയ സംഭവങ്ങളാണല്ലോ. എടേ, നീ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്? ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട് സാറേ. എങ്കിലും ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം പറയാം. കുക്കി ഹോർമോൺ ടാബ്ലറ്റ്. സാറേ, ഇത് കഴിച്ചു കഴിഞ്ഞല്ലോ ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വെതറും. ലോകത്തുള്ള എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ലയിച്ചങ്ങ് ഇല്ലാതാവും. ഇപ്പൊ നമ്മുടെ CM അതാ ഞാൻ കൊടുത്തത്, വൈറലായി. സാമ്പിൾ പോലെ ഇരിപ്പുണ്ടോ? സാറിന് സാമ്പിളോ? താണ്ടേ, സാറൊന്ന് കഴിക്കി. ഇത് വെള്ളമൊന്നും ചേർക്കണ്ടല്ലോ, അണ്ണാക്കിലിട്ടങ്ങ് അലിയിച്ചാ മതി. അല്ല വേറെ കുഴപ്പമല്ലോ ഉണ്ടോ? ധൈര്യമായിട്ട് കഴിക്കും സാറേ. അല്ലാണ്ടേ നിന്റെ കവാല ഞാൻ അടിച്ചു പൊട്ടിക്കും. ശാസ്ത്രജ്ഞനാണ്. ഗുഡ്നസ് വാരി വരണ്ടാ. പെട്ടെന്നൊരു സാധനം ഇങ്ങനെ കേറിപ്പോയടാ. ക്യൂട്ട്നെസ്സാ കേറിപ്പോയത്. ട്രംപ് ചോദിച്ചിരിക്കുക ഇത്, ഞാൻ കൊറിയർ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഇത് ട്രംപ് കഴിച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. സാറിന് വേണോ ഒരെണ്ണോടെ? അയ്യോ വേണ്ട വേണ്ട, ഇനി ക്യൂട്ട്നെസ് വാരി വെതറാൻ പറ്റൂലേ. അയ്യോ വേണ്ട വേണ്ട. എന്താടാ വേറൊരു മരുന്ന് ഇരിക്കണ അവിടെ? സാറേ, ഈ മരുന്ന് വളരെ പ്രത്യേകതയുള്ള മരുന്നാണ്. ഈ മരുന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കൂടിയാൽ ലോക്കൽ മാർക്കറ്റിൽ ഇതിന്റെ വില കുറയത്തില്ല. ലോക്കൽ മാർക്കറ്റിൽ ഇതിന്റെ വില കൂടിയാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇതിന്റെ വില കുറയത്തില്ല. ലോക്കൽ മാർക്കറ്റിൽ വില കൂടിയാലും അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കൂടി മനസ്സിലാവുന്നില്ല. അതാണ് ഈ മരുന്നിന്റെ പ്രത്യേകത, ആർക്കും മനസ്സിലാവത്തില്ല. ഇതാണ് ലോജിക് ഇല്ലായ്മ സൊല്യൂഷൻ. ഇത് മനസ്സിലാവണമെങ്കിലേ സാറിന്റെ പേര് മുരളീധരൻ എന്നായിരിക്കും. അല്ലടാ, നിന്റെ ഈ മരുന്നിന്റെ പരിപാടികൾ മാത്രമല്ല, വേറൊന്നുമില്ലേ? വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. എന്താണ്? ഭൂചലനം നിശേഷം ഒഴിവാക്കുക. അത് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കും കേട്ടോ. ഈ ഭൂചലനം ഉണ്ടാവുന്ന എങ്ങനെയാ? ഭൂചലനം നീ പെട്ടെന്നൊക്കെ ചോദിച്ചാ ഈ ഭൂഗർഭത്തിലുണ്ടാവുന്ന സ്പന്ദനം അല്ലേ? ഈ ഭൂഗർഭാവസ്ഥയിൽ ഉണ്ടാവുന്ന സ്പന്ദനങ്ങളാണ് ഭൂചലനങ്ങളാവുന്നത്. ഇത് ഗർഭാവസ്ഥയിൽ തന്നെ അലസിപ്പിച്ചാൽ മതി. നിന്റെ സ്ഥലം എവിടെയെന്ന് പറഞ്ഞു? പഴത്തോട്ടത്തിൽ. അല്ല മാൻതോട്ടത്തിലെന്നല്ലല്ലോ. അല്ല സാർ, അല്ല ആ അലസിപ്പിക്കുന്ന ഏരിയയിൽ അങ്ങോട്ട് പോകുന്നോണ്ട് ചോദിച്ചത്. ഇത് കൂടാതെ ഭൂമിക്ക് മേലെ ആകാശത്തിന് കീഴെ ഞാനൊരു സഞ്ചാരപാത ഉണ്ടാക്കി. അതിന്റെ പേറ്റന്റിന് അപേക്ഷിച്ചിരിക്കുക. കിട്ടൂലടാ, ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്, കിട്ടൂല. ഞാൻ പേറ്റന്റ് അപേക്ഷിച്ചു സാറേ. എടാ അത് വേറെ ആമ്പിളേര് കൊണ്ടുപോയടാ. ആര്? തിനീറ്റവും. പുള്ളി ഇപ്പോ ആ ഒരു പാതയെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ നാളായിട്ട്. ഭൂമിയിൽ നിന്ന് മേലെ ആകാശത്തിൽ നിന്ന് കീഴെ. ഇയാളെ കൊണ്ട് വലിയ ശല്യമായി. അത് പോട്ടെ, നീ ഇങ്ങനെ വന്നാണ്. എടാ എനിക്ക് ഈ കുഞ്ഞില് തൊട്ടേ ഒരു ഡൗട്ടാണ്. ഈ രാത്രി നിർത്തി. എന്ത് രാത്രിയിലെ ചുറ്റിക്കളി? അതല്ല, ഈ രാത്രിയും പകലും ഉണ്ടാവണതേ ഈ ഭൂമിയെ സൂര്യൻ ചുറ്റുമ്പോഴാണ്, അതാ സൂര്യനെ ഭൂമി ചുറ്റുമ്പോഴാണ്? സൂര്യനെ ഭൂമി ചുറ്റുമ്പോഴാണ്. അതുകൊണ്ടാണല്ലോ ഭൂമി ദേവി എന്ന് പറയുന്നത്. എടാ ഈ ഭൂമി ദേവി എന്തിനു വിളിക്കുന്നത്? സാറേ, ഇപ്പൊ നമ്മള് വീട്ടിലോട്ട് അവിടെ അമ്മ, പെങ്ങൾ, ഭാര്യ ഇവരൊക്കെ കാലത്തോടെ വന്ന് കഷ്ടപ്പെട്ട് ഓടി കൊച്ചുങ്ങളെ നോക്കി ഭക്ഷണം പാചകം ചെയ്ത് ജോലിയൊക്കെ പോയി വരും. അച്ഛൻ കാലത്തെ കട്ടനൊക്കെ അടിച്ച് ഒരു കട്ടൻ പീടിയൊക്കെ വലിച്ച് വെളിയിരുന്ന് കൊട്ടേഷൻ വിട്ടോണ്ടിരിക്കും. സൂര്യൻ. അപ്പം അമ്മ ഭൂമി. അച്ഛൻ സൂര്യൻ, അമ്മ ഭൂമി. ഇവിടെ കൊള്ളാമല്ലോ, നീ വിചാരിച്ച പോലല്ലോ, നല്ല കിടിലമാണല്ലോ.
എടാ പക്ഷേ നീ ഇവിടെ ഈ റൂമിൽ മൊത്തം സെറ്റപ്പ് ഉണ്ടല്ലോടാ നിനക്ക്. ചോറ് രസം മാത്രമല്ല പുട്ട് നീ ഉണ്ടാക്കുന്നുണ്ടോ? പിന്നെ ഇതെന്തോ സാറേ അത് ഓസോൺ പാളി ഊട്ടയുണ്ടോ നോക്കാനുള്ള ടെലസ്കോപ്പായിരുന്നാ? ഓസോൺ പാളി ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ. 1 2 3 എടേ 1 2 ഒന്നും അല്ല 32 ഓട്ടകള്. 32 ഓട്ടോ നോക്ക്. ഓസോൺ പാളിയിലോ? അയ്യോ അത് എന്റെ ഓസോൺ പാളി കഴിയുക അശയിലിട്ടത് ഉണക്കാനായിട്ട്. അല്ല സാറ് വന്ന കാര്യം? എടാ ഞാൻ വന്നതേ ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതല്ല. പിന്നെ നീ ഒന്നാ ഞാൻ ഇച്ചിരി കൈക്കൂലി വാങ്ങിക്കുന്ന കൂട്ടത്തിലാണ്. കണ്ടപ്പോഴേ തോന്നി. താങ്ക് യു. അങ്ങനെയല്ലടാ, അപ്പൊ ഈ വിജിലൻസുകാരുണ്ടല്ലോ കൈക്കൂലി പിടിക്കാൻ വേണ്ടി ഒരു സാമാനം കൊണ്ടുവരുമല്ലോ. അൽക്കലി. ആ അത് തന്നെ. ഇത് കൈക്കൂലി മേടിച്ചു കഴിഞ്ഞാൽ അത് മുക്കി കഴിഞ്ഞാൽ കൈ പിങ്ക് കളറാവും. ആ എടേ നീ ഇനി അവന്മാർ എന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കുമ്പോ മുക്കിയിട്ട് പൊക്കുമ്പോ പിങ്ക് വരരുത്, പച്ച കളറേ വരാം. അപ്പൊ ഞാനൊരു പച്ചയായ മനുഷ്യനാണെന്ന് അവർക്ക് കിട്ടും. മനസ്സിലായില്ലേ? അതായത് സാറ് പോക്കറ്റ് നിറയെ കൈക്കൂലി മേടിച്ചിട്ട് വിജിലൻസുകാർ പൊക്കുമ്പോ ഈ അൽക്കലി മുക്കി ഇങ്ങനെ കാണിക്കുമ്പോ പിങ്ക് മാറി പച്ചയാവണം. ഇതിനൊരു ആസിഡ് മുക്കിയാ മതി. അതേത് ആസിഡാ? അത് ഈ ആസിഡ് പിന്നെന്താ അല്ല എന്ന് പറയാനാണ് ഞാൻ സാറേ ഇത് റബ്ബർ ആസിഡാ. പിന്നെ ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? സാറിന് ധൈര്യമായിട്ട് കൈക്കൂലി മേടിക്കാൻ ആരും പിടിക്കത്തില്ല. സാറേ ഈ കൈ ഉണങ്ങാൻ തന്നെ ഏകദേശം 6 മാസം എടുക്കും. പിന്നെ ഏത് വെള്ളത്തിൽ മുക്കിയാലും ഈ കളർ തന്നെ ആയിരിക്കും. പിന്നെ എങ്ങനെ പിടിക്കും സാറിനെ? ഉറപ്പ്. യെസ്, ശാസ്ത്രജ്ഞൻ ഡോക്ടർ രാജു കണ്ടുപിടിച്ചിരിക്കുന്നു. കൈക്കൂലി മേടിച്ചാലും പിടിക്കാതിരിക്കാനുള്ള സൊല്യൂഷൻ റബ്ബർ ആസിഡ്. യുറീക്ക യുറീക്ക യുറീക്ക. ശാസ്ത്രജ്ഞൻ രാജു അല്ലേ? അത് നമ്മുടെ സംസാര ശൈലിയിൽ രായു, എല്ലാവർക്കും കൂടെ വേണ്ടിട്ട് രാജു അങ്ങനെ ഇരുന്നോട്ടെ. അല്ല എന്റെ ഒരു സംശയം എന്താ അറിയാമോ, ഈ ശാസ്ത്രജ്ഞന്മാരെ പേര് കണ്ടിട്ടില്ലേ? മറ്റേ ആൽബർട്ട് ഐൻസ്റ്റീൻ, മാർക്കോണി, ഇങ്ങനെയൊക്കെയുള്ള വലിയ പേരല്ലേ, റൈറ്റ് സഹോദരന്മാർ, ഇങ്ങനെയൊക്കെയല്ലേ ശാസ്ത്രജ്ഞന്മാരെല്ലാം കണ്ടുപിടുത്തം നടത്തിയവര്. ഈ മധു, ബിജു അങ്ങനെയൊക്കെയുള്ള സാധാരണ പേരിൽ ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ കേട്ടിട്ടുണ്ടോ നിങ്ങള്? നമ്പി നാരായണൻ സാർ. ചേട്ടാ ഞാൻ കാര്യം പറ്റേ, ഇവരൊക്കെ ചായയില് പഞ്ചസാര ഇട്ടില്ല ഇന്ന് എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടുപിടിക്കുന്ന കണ്ടുപിടുത്തങ്ങളല്ല ഇവരൊന്നും ചെയ്തത്. ഇവരൊക്കെ വലിയ കണ്ടുപിടുത്തങ്ങൾ നൽകിയിട്ട് അവരുടെ പേര് ബ്രൈറ്റ് ആക്കിയതാണ്. കേരളത്തിന് നൽകിയ ഒരു സംഭാവന എന്താണ്? കണ്ടുപിടുത്തം പറഞ്ഞേ ഇതല്ലാതെ. എന്റെ അച്ഛനും അമ്മേനെയും ആരെങ്കിലും പറഞ്ഞ ഇത് ശ്രീവിദ്യയുടെ അച്ഛനും അമ്മയെന്ന് ഞാൻ കണ്ടുപിടിച്ചതല്ലേ? അതല്ല, അവര് കേരളത്തിന് കൊടുത്ത അപമാനമാണ് നീ. ഇങ്ങനത്തെ ഐറ്റംസ് ആണ് ഈ നാട്ടിലുള്ളത്. പിന്നെ എങ്ങനെ വരും സയന്റിസ്റ്റുകൾ? അതായത് ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നെ നമ്മൾ ആരും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ശാസ്ത്രജ്ഞന്മാര് വരാത്തത്. ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് നമുക്ക് അറിവില്ലായ്മയാണ് വിഷയം എന്നാണ്. ഇപ്പോൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട്. AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണ്ടുപിടിച്ചില്ലേ? ആരേട്ടാ കണ്ടുപിടിച്ചത്? കറ്റാനത്തുള്ള സുധീഷ്. ഇല്ല നമ്മൾ പേരിന്നല്ല തുടങ്ങിയേ. പേരിൽ ഏറ്റവും കുഞ്ഞു പേരുള്ള ഒരു ക്യൂട്ട് പേരുള്ള ആള് പണ്ടൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടൊരു സാധനം. കിളി എന്ന് പറഞ്ഞൊരു പേരാണ് സാദൃശ്യം, പക്ഷെ പുള്ളി കണ്ടുപിടിച്ചങ്ങനെ ഏറ്റവും വലിയൊരു സാധനമാണ്. ഏറ്റവും ചെറിയ പേര് സുന്ദരം പേര്. കണ്ടുപിടിച്ച എന്താ? ടെലിവിഷൻ. ടെലിവിഷൻ മാർക്കോണി കണ്ടുപിടിച്ചത്, ടെലിവിഷൻ കണ്ടുപിടിച്ചത് സിമ്പിൾ പേരാ, സിമ്പിൾ പേര്. കിളി എന്തുവാ? കിളിയുടെ വേറൊരു വേർഷൻ ജെയൽ ടെലിവിഷനിലൂടെയാണ് ആൾക്കാർ ജെയൽ ബേർഡ് എന്ന് പറയും. പുള്ളിയാണ് ടെലിവിഷൻ കണ്ടുപിടിച്ചത്. എങ്ങനെ ഒന്നുകൂടെ പറ. എടാ ജെയൽ ബേർഡ്. തെറ്റാടാ, കിളി അങ്ങനെയല്ല. JL ബേർഡ്. സ്പെല്ല് ചെയ്തേ. BAIRD. പക്ഷെ അത് ബേർഡ്. എന്നെ കുറ്റം പറയാൻ പറ്റില്ല. എന്റെ കുഞ്ഞു മനസ്സിന് ഇഷ്ടമല്ലായിരുന്നു. എന്തായാലും പുള്ളിയുടെ അടുത്ത് നമ്മള് താങ്ക് യു പറയണം. അതുകൊണ്ടാണ് നമ്മളെ ആൾക്കാർ ടിവിയിലൂടെ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും കുഞ്ഞു പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ടെലിവിഷൻ കണ്ടുപിടിച്ച ആരാണ്? JL ബേർഡ്. അതായത് കിളിയായിട്ട് ഒരു ചെറിയൊരു അല്ലെ സാമ്യമുണ്ട്, പക്ഷെ BAIRD ബേർഡ് മാത്രമേ ഉള്ളൂ. അയ്യോ നമ്മള് ടോപ്പിക്കിന്ന് മാറിപ്പോയി. ഈ സ്കിറ്റ് കണ്ടുപിടിച്ചത് ഇവരാണ്, സൈലന്റ് കില്ലർ.
എന്നാൽ ഈ സ്കിറ്റിന്റെ ബാറ്ററി എന്തോരം പോയെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് ചേച്ചിയാണ്. പക്ഷെ ആദ്യം നമുക്ക് ഈ സ്കിറ്റിനെ പറ്റി പറയണ്ടേ 2 കാര്യങ്ങൾ. അതിനു മുമ്പ് അത് നമുക്ക് പറയാം. അതെ, സൈലന്റ് ആയിട്ട് നമുക്ക് പറയാം. സൈലന്റ് ആയിട്ട് നിങ്ങൾ ഞങ്ങളെ അങ്ങ് ചീരിപ്പിച്ചു വീണ്ടും. പിന്നെ ഇത് നമ്മുടെ സ്കിറ്റില് ഇപ്പോഴത്തെ കേരള പൊളിറ്റിക്സിന്റെ കുറെ സാധനങ്ങളുണ്ടല്ലോ, അത് ഇൻഡയറക്ട്ലി പറഞ്ഞതെല്ലാം അടിപൊളിയായിരുന്നു. അത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിക്കോട്ടെ, മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകണ്ട. അത് ഒരു പാർട്ടിയിലെ എല്ലാ പാർട്ടിയും കുറ്റം പറഞ്ഞിട്ടുണ്ട്, അതാണ് കുഴപ്പമില്ല, സമത്വം. അപ്പൊ ഇനി സൈലന്റ് ആയിട്ട് നമുക്ക് ബാറ്ററി ചാർജ് എത്രത്തോളം കയറി നോക്കിയാലോ? നോക്കിക്കോ. സൈലന്റ് ആയിട്ട് വന്ന് പെർഫോം ചെയ്ത് 15,000 rupees. ശ്വേത ചേച്ചി. യെസ്. ക്രെഡിറ്റ്. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ അടുത്ത തവണയും കിടിലമായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് വരാം. ഓക്കെ, ഇനി ടൈം ആയിരിക്കാണ് നമ്മുടെ മാഷിന്റെ, ഇപ്പൊ പറയണേ മാഷിന്റെ പിള്ളേരെന്നും പറയണം അല്ലേ? അതേപോലെ വൈബായിരുന്നു. ഇനി നിങ്ങളുടെ പെർഫോമൻസിന് വേണ്ടിയാണ് ഞാനും ഞങ്ങളുടെ ആൾക്കാരും പ്രേക്ഷകരും വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം ശിവപാർവതി ടീം. ഉപകാരം ഊർജിതാശയ പാർത്ഥിവതവ ഞാൻ ഉപകാരം കുര്യാ. ഓർത്തു കണ്ടോളം ഉത്തമനാമീ ഉപമാനഹിതവ മൂന്നുലകിനും. ഓർത്തു കണ്ടോളം ഉത്തമനാമീ ഉപമാനഹിതവ മൂന്നുലകിനും. ഊർജിതാശയ പാർത്ഥിവതവ ഞാൻ ഉപകാരം കുര്യാ. കേട്ടില്ലേ മാലോകരേ ധാർത്തരാഷ്ട്രന്മാർ ചെയ്തതെല്ലാം. ഓർത്താലോ ആർത്തരാകും പിന്നെ പാതലം തന്നിൽ വീഴും. ദുഷ്ടനാം ദുര്യോധനാജ്ഞയാൽ ഭാരതമലയനവൻ കഷ്ടം നീഴൽ കൊത്തിക്കൊന്നിത പാണ്ഡവരേവരെയും. ഭർത്താവ് ചെയ്തു പോയ നിജകർമ്മം സഹിയാനിട്ട് ദുഷ്ടയാമലയത്തിതൻ പുത്രനെ കൊണ്ടുവശാൻ. കൃഷ്ണകൃപ കൊണ്ടവർക്ക് പുത്രനെയും കിട്ടി. തൽക്ഷണത്തിൽ പ്രാണനത് പാണ്ഡവർക്കുമേകി. കോമളാങ്കി മാറി നിങ്ങൾ മോദമോടെ ആടിടുവാൻ. കോമളാങ്കി മാറി നിങ്ങൾ മോദമോടെ ആടിടുവാൻ. ചാരുതരമാകും തിരുവാതിരരാവിൽ. ചാരുതരമാകും തിരുവാതിരരാവിൽ. നല്ല മാംഗല്യം വരുവാൻ, നല്ല സന്തതി വരുവാൻ ചൊല്ലിയാടും ഞങ്ങളിന്ന് ആതിരരാവിൽ. തിരുവാതിരരാവിൽ, തിരുവാതിരരാവിൽ. പുത്തൻ ധനുമാസം വന്നുവല്ലോ, അത്തലില്ലാതെ തുടർന്നുവല്ലോ. പുത്തൻ ധനുമാസം വന്നുവല്ലോ, അത്തലില്ലാതെ തുടർന്നുവല്ലോ. മംഗമാരൊന്നായി കിലുകിലെ കങ്കണം ചാത്തി. തെരുതെരെ വെള്ളത്തിൽ തട്ടി, തെരുതെരെ തൈരു കലക്കി. കളകള മുച്ചത്തിൽ പാടി തുടിച്ചു മതിച്ചങ്ങു മംഗല്യദായിനി മഞ്ഞൾ തൊട്ടു. നല്ല മംഗല്യ ഭാഗ്യം അലങ്കരിച്ചു. പാതിര പൂവുകൾ ചൂടിടേണ്ടേ, ആതിര പാട്ടുകൾ പാടിടേണ്ടേ. പാതിര പൂവുകൾ ചൂടിടേണ്ടേ, ആതിര പാട്ടുകൾ പാടിടേണ്ടേ. മുമ്പിൽ കറുക പിന്നെ ഇതാ നല്ല ചെറുള. മോക്ഷമി കൃഷ്ണകിരാന്തി തിരുതാളി മുക്കുറ്റി ദേവി. ഒഴിഞ്ഞില പൂവാങ്കുരുന്നില കയ്യുന്നി നിലപ്പന. പൂവാങ്കുരുന്നില കയ്യുന്നി നിലപ്പന. മുത്തമായി ചേർത്തങ്ങു കെട്ടിടേണം. നല്ല മംഗമാർ ചൂടി കളിച്ചിടേണം. നല്ല മംഗമാർ ചൂടി കളിച്ചിടേണം.
ദൈവമേ, ഞാൻ ആദ്യമായിട്ടോട്ട് ഇത്രയും ലൈവായിട്ട് ആ ഒരു മിക്സഡ് ആയിട്ടുള്ള തിരുവാതിര കാണുന്നത്. ശരിക്കും ഭയങ്കരമായിട്ട് എന്താണ് മനസ്സൊക്കെ ഭയങ്കര ഹാപ്പി ആയി. സത്യം പറഞ്ഞാലേ ചേച്ചിമാരെ ശ്രദ്ധിച്ചില്ല, എന്റെ കണ്ണുകൾ മുഴുവൻ ചേട്ടന്മാരിലേക്കായിരുന്നു. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. എനിക്കത് പറയണമെന്നുണ്ടായിരുന്നേ, പിന്നെ ഇവർക്ക് ഈഗോ അടിച്ചാലോന്ന് വിചാരിക്കാം. അത് മാത്രല്ല, ദേ ഈ ചേട്ടന്റെ ചിരി, ഓയ്യോ, തുടക്കം മുതൽ അവസാനം വരെ ഇതേ ചിരിയായിരുന്നു. ഇപ്പോഴും. പേരെന്നാ ചേട്ടന്റെ? സിബി. പാലക്കാരനെ, അതാ എനിക്ക് മനസ്സിലായി. അത് മാത്രല്ല, നമ്മുടെ ചേച്ചിമാരെ തിരുവാതിര കളിക്കുമ്പോഴില്ലേ, അത് നമുക്ക് ഓക്കെ അറിയാം, നല്ലതായിട്ട് കളിക്കുന്നു. പക്ഷെ ചേട്ടന്മാർ അതിനോടൊപ്പം നല്ല മെയ് വഴക്കത്തില് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. 4 വയസ്സുള്ളപ്പോ തുടങ്ങിയതാ. അപ്പൊ ഇതൊക്കെ ഏത് ലെവൽ എത്തി ആലോചിച്ച് നോക്കണേ. അപ്പൊ ചേച്ചി, ഇനി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ, വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്. ആർക്കാ? നമുക്ക് അങ്ങോട്ട് വരാം. അപ്പം ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആരാണ് ചേച്ചി? ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ഒരു ഡൗട്ടും ഇല്ലാതെ നമ്മുടെ ശിവൻ ആൻഡ് പാർവതി ടീമാണ്. നിങ്ങളുടെ ടീമിന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ ശിവപാർവതി ടീം. ഇനി കഴിഞ്ഞിട്ടില്ല, ഒരു കിഡിൽ ഐറ്റം കൂടെ ഉണ്ട്, വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്. വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് അഗൈൻ ശിവ് പാർവതി ടീം. കൺഗ്രാറ്റുലേഷൻ. മെയിൻ മാത്രമല്ല, ഇന്ന് തിളങ്ങിയിരിക്കുകയാണ് നിങ്ങൾ. വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഗോസ് ടു ശിവപാർവതി ടീം. നമ്മുടെ കേരളത്തിന് കിട്ടിയ പോലെയാ, കാരണം എല്ലാ ജില്ലയിൽ നിന്നും ഓരോ ആൾക്കാർ ഇവിടെ റെപ്രസെന്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ടീം ഇനി കേരളത്തിൽ മാത്രമല്ല, ലോകത്തുള്ള എല്ലായിടത്തും, ലോകമെമ്പാടും പോയി പെർഫോം ചെയ്യണം. എല്ലാരും കാണണം. സ്നേഹം ഇതേപോലെ തന്നെ, ആ ചിരിയും സ്നേഹമൊക്കെ ഇതേപോലെ തന്നെ ഉണ്ടാവട്ടെ. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ബ്രഷ് ബിഫോർ ബെഡ് യൂസിങ് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. ഇത് പറഞ്ഞുകൊണ്ട് ടാറ്റാ.